ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചണിന് ഒരു മേക്ക് ഓവർ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മൾ കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യണത്. മറുവശത്താണ് ക്യാബിനറ്റ്സ് ഒക്കെ ഉള്ളത്. ഈ ഒരു സൈഡിലാണ് കൂടുതൽ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ എപ്പോഴും മേക്ക് ഓവറൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പഴയ വീടായതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പുതിയ വീടുകളിലെ പോലത്തെ ഒരു സ്റ്റൈലൊന്നും വരില്ലെങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ വീട് മേക്ക് ഓവർ ചെയ്യുമ്പോൾ. എനിക്കെപ്പോഴും അങ്ങനെയാണ്. ഏതൊരു സ്പേസ് മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ പുതിയൊരു വീട് എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പഴയ വീടിനെ എങ്ങനെ കൂടുതൽ ഭംഗിയാക്കാം, അതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ മേക്ക് ഓവറിന് ചെയ്യണേ. പക്ഷേ നല്ലൊരു ചേഞ്ചും അത് ചെയ്താൽ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാൾപേപ്പറാണ് മാറ്റണത്. നമ്മുടെ ടൈലിൻ്റെ കളർ ശരിക്കും വൈറ്റുമ്പോൾ ബ്ലൂ ഡിസൈനുള്ള ഇങ്ങനത്തെ മോഡലാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഭംഗി തോന്നാനാണ് നമ്മൾ വാൾപേപ്പർ 2 തവണ മാറ്റി ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെക്ക് ഡിസൈനുള്ള വാൾപേപ്പർ ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 2 വർഷം ഉപയോഗിച്ചിട്ട് ഇപ്പോഴും കംപ്ലയിൻ്റ് ഇല്ല. ഞാൻ ആ മേക്ക് ഓവറിന് ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ച് മാത്രം മാറ്റിയതാണ്. നമ്മളുടെ സ്റ്റൈൽ വെച്ചിട്ടുള്ളത് ചുമരുമ്പോൾ ഒരു സൈഡിൽ 2 റോയും ഈ ഒരു സൈഡിൽ 1 റോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു മരത്തിൻ്റെ പീസ് വെച്ചിട്ടാണ് അത് ആ ഒരു റോ ഒരുപോലെ ആക്കിയത്. അതിൻ്റെ ഇടയിൽ ഇത്തിരി സിമെൻറ്റ് ഇട്ട് കൊടുത്തു, ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്. ഇനി നമ്മൾ ഈ ഒരു വാൾപേപ്പറാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്യണത്. വൈറ്റുമ്പോൾ ഗോൾഡൻ ജോമെട്രിക് ഡിസൈൻ വരുന്ന വാൾപേപ്പർ. ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ മിക്കതും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആമസോണിൻ്റെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. നമ്മളതിൽ ലൈൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കൃത്യമായിട്ട് അളവെടുത്തിട്ട് ഒട്ടിക്കുക. നമുക്ക് ഒറ്റയ്ക്കായാലും ഇത് ചെയ്യാനായിട്ട് പറ്റും. 2 ആളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നത് മാത്രം. വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന ആ ഒരു സ്പേസ് നല്ല ക്ലീൻ ആക്കുക, നനവൊന്നും ഇല്ലാതെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അളവിന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒരു അറ്റത്തുനിന്ന് ഒട്ടിച്ച് തുടങ്ങാം. ഒട്ടിക്കുന്നതിൻ്റെ ഒപ്പം എയർ കയറാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ട് ഇതുപോലെ കാണുന്ന രീതിയിൽ പാദം കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക. അങ്ങനെ എയർ മാക്സിമം കയറാത്ത രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ, ചുളിവൊന്നും ഇല്ലാതെ. ഇനി സപ്പോസ് ചിലയിടത്ത് ഇങ്ങനെ എയർ ബബിൾ പോലെ വന്നു, അത് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പോണില്ലെങ്കിൽ ഒരു സൂചി വെച്ച് പതുക്കെ ഒരു കുത്തി കൊടുത്താൽ അവിടെ അതിൽ നിന്ന് എയർ പോവും. അപ്പോൾ കുറച്ചുകൂടി നമുക്കിതുപോലെ കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള വാൾപേപ്പർ ആണോ എന്ന് നോക്കിയിട്ട് എടുക്കുക, വായിച്ച് നോക്കുക, റിവ്യൂസും വായിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ഞാനെടുത്ത വാൾപേപ്പേഴ്സൊക്കെ നല്ല വാൾപേപ്പർ ആയിരുന്നു. ഇപ്പോൾ ഓയിലോ വെള്ളമോ ഒക്കെ ആയാലും അബ്സോർബ് ആവില്ല, അതുമ്പോൾ തന്നെ അങ്ങനെ ഇരിക്കും. നമ്മളത് എല്ലാ ദിവസവും ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. കണ്ടപ്പോൾ തന്നെ തുടയ്ക്കുക, ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്തിരി സോപ്പും വെള്ളം വെച്ചിട്ട് തുടയ്ക്കുക. സ്റ്റീൽ സ്ക്രബ്ബറൊന്നും വെച്ചിട്ട് ഉരയ്ക്കരുത്, കാരണം ഇത് പേപ്പറാണ്. അപ്പോൾ അതുമത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ പോവും. ഇല്ലയെന്നുണ്ടെങ്കിൽ സോഫ്റ്റായിട്ട് ഇങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും. പിന്നെ ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ വൃത്തിയാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ടാപ്പിൻ്റെ ഏരിയയ്ക്ക് ഈ ഒരു ഭാഗമൊക്കെ വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കുക. കാരണം അല്ലെങ്കിൽ വെള്ളമൊക്കെ കയറും പ്രോപ്പറായിട്ട് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ട് അളവെടുത്ത് കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കുറേ നാൾ വാൾപേപ്പർ നിൽക്കും. അങ്ങനെ ഈ ഒരു ഭാഗത്തെ വാൾപേപ്പറും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയായിരുന്നു ഒട്ടിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയൊരു ഏരിയ, പക്ഷേ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈലൊക്കെ വെച്ചതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊക്കെ ഫുൾ ചുമരാണ്. ശരിക്കും അവിടെയും കൂടി ടൈലായിരുന്നെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിരുന്നു. പക്ഷേ അവിടെ ചുമരായതുകൊണ്ട് അവിടെ എപ്പോഴും അഴുക്ക് പിടിക്കും. മാത്രമല്ല ഇങ്ങനെ ഈർപ്പത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ കറുത്ത കുത്തുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ എത്ര തുടച്ചാലും പിന്നെയും വരും. അത് റൂമുകളിലും ഉണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഈ ഒരു ബ്ലാക്ക് ഡോട്ട്സ്. അവിടെ പെയിൻ്റ് അടിച്ചിട്ടും കാര്യമില്ല. അവിടേക്ക് നല്ലൊരു ഐറ്റാണ് ഈ ഒരു ടൈപ്പ് വാൾപേപ്പർ. ഫോമിൻ്റെ വാൾപേപ്പറാണ് കേട്ടോ അത്. നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം എനിക്കിങ്ങനെ ഒരു മടിയായിരുന്നു, ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് കീറുമ്പോൾ പെയിൻറ്റ് പോകുമെന്നൊക്കെ. അപ്പോൾ നമ്മളിനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പെയിൻറ്റ് അടിക്കണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഒട്ടിച്ച് വെക്കാം. കാരണം ഇത് റൂമുകളിലെ പല സ്ഥലങ്ങളിലും ഇത് ഒട്ടിച്ചിട്ട് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ കറുത്ത കുത്തുകളൊക്കെ വരുന്നിടത്ത് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുത്തുകളെ കാര്യമൊന്നും കാണില്ല, വൃത്തിയേടില്ല, നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഇങ്ങനത്തെ ഷീറ്റുകളാണ് വരണേ. നമുക്കിപ്പോൾ ഇത് 2 എണ്ണം 4 എണ്ണം 8 എണ്ണം ഒക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും. കൂടുതൽ പീസ് വാങ്ങണതാണ് വില കുറവ്. ഞാൻ ആദ്യം 4 എണ്ണത്തിൻ്റെ പാക്ക് വാങ്ങിയത് 231 രൂപയ്ക്ക്. പിന്നെ വീണ്ടും 4 എണ്ണത്തിൻ്റെ ഒരെണ്ണം കൂടി വാങ്ങി, കാരണം അപ്പുറത്തെ സൈഡിലും കൂടി ഒട്ടിക്കാനുണ്ട്. പക്ഷേ അത് 8 എണ്ണത്തിൻ്റെ പാക്കായിട്ട് വാങ്ങാമായിരുന്നു, ലാഭമായിരുന്നു. ഈ ഒരു വാൾപേപ്പർ പല കളറിലും കിട്ടുന്നുണ്ട്. അതിൽ വിലയിൽ ലാഭം വരുന്നത് വൈറ്റ് കളർ മേടിക്കുന്നതാണ്. ഇനി ഈ വാൾപേപ്പറുകൾ ചുമരും ഒട്ടിക്കുമ്പോൾ നേരത്തെ ടൈലും ഒട്ടിച്ച പോലെ അത്ര ഈസി അല്ല. കാരണം ടൈലുമ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ട് തെറ്റിപ്പോയി നമുക്കൊന്നിങ്ങനെ വലിച്ച് കീറിയെടുത്തിട്ട് വീണ്ടും ഒട്ടിക്കാം. പക്ഷേ ചുമരുമ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ കൃത്യമായിട്ട് ആ പേപ്പർ കീറിയെടുത്ത് പിന്നാലെ തന്നെ പ്രോപ്പറായിട്ട് ഒട്ടിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ ചുക്കി ചുളിഞ്ഞ് ആകെ പ്രോബ്ലം ആവും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒട്ടിക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ഇതിരിക്കും. അതുമാത്രമല്ല ഇത് ഫോം മെറ്റീരിയൽ ആയതുകൊണ്ട് വാട്ടർ പ്രൂഫാണ്. പിന്നെ നമ്മൾ വൈറ്റ് കളറും ഈ ഒരു ഇഷ്ടിക ഡിസൈൻ ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇത് കാണാനായി.
ഇനി അവിടെ സിങ്കിൻ്റെ അടുത്തായിട്ട് നമ്മൾ ചെറിയൊരു മെറ്റലിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതുമ്മയാണ് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് 2 ഉണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മൾ വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ മോഡലായിരുന്നു അത്. പക്ഷേ അത് ഊരിയെടുത്തപ്പോൾ അതിൻ്റെ പശ പോയി. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. ഇത് നല്ല ക്വാളിറ്റി ആട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം അത് കുഞ്ഞിങ്ങനത്തെ നമുക്ക് സ്പൈസസ് ഒക്കെ വെക്കാൻ യൂസ് ചെയ്യാം. ആ ഒരു വോൾ ടൈലിന്മേൽ ചെറിയ റിങ്ങുകൾ നിങ്ങളിങ്ങനെ കണ്ട അതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജനാല അടയ്ക്കാനായിട്ട് എളുപ്പത്തിന് ഇങ്ങനെ ഈ ഒരു ബോൾട്ടുമ്മേ നമ്മൾ ടങ്കീസ് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ കണ്ടില്ലേ, ഇതിങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അടയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ സ്റ്റൗവിൻ്റെ അവിടെ നിന്നിട്ട് ജനൽ അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെക്കാനിസം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബോൾട്ടുമ്മേയും കൂടി നമുക്ക് വൈറ്റ് കളറിൽ വാൾപേപ്പർ ഒട്ടിക്കാം. അങ്ങനെ ഇത്രത്തോളം പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസമാണ് ജനാലയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജനലയ്ക്ക് ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ മെറൂണാണ് അടിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഗ്രില്ലുമ്മയൊക്കെ നമ്മൾ വൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലൈറ്റ് കളേഴ്സൊക്കെ അടിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് മുഷിയും. കാരണം നമ്മൾ ഫുഡ് വെക്കുന്ന ഏരിയയുടെ അവിടെ ആയതുകൊണ്ട് എത്രയൊക്കെ ക്ലീൻ ചെയ്താലും കുറേ കഴിയുമ്പോഴേക്കും അതുമ്പോഴേക്കും ഓയിലൊക്കെ പിടിച്ച് പിന്നെ അത് ക്ലീൻ ചെയ്താലും പോവാത്ത പോലെയോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബ്ലാക്ക് ആകുമ്പോൾ ഡാർക്കും ആണ്, മാത്രമല്ല കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് ആയതുകൊണ്ട് അതിന് മാച്ചിങ്ങും ആവുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ട് അത് എല്ലാം പെയിൻ്റൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സെറ്റായി. പിന്നെ ആ ജനലാമയ്ക്ക് വല്ലാത്തൊരു ഫോക്കസ് വരുന്നില്ല ബ്ലാക്ക് ആയപ്പോൾ. നമ്മുടെ കൗണ്ടർ ടോപ്പിക്കായി കൂടുതൽ ശ്രദ്ധ. അപ്പോൾ അത് അടിച്ചത് നന്നായിട്ട് തോന്നി. നമ്മൾ ഇതുമ്പോൾ ഗ്രില്ല് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പൂച്ചയും അതൊക്കെ വരുന്ന കാരണം നമ്മളിങ്ങനെ ഗ്രില്ല് ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഫിക്സ് ചെയ്ത് തന്നാണ്. പിന്നെ നമ്മുടെ എക്സോസ്റ്റ് കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മോഡൽ എക്സോസ്റ്റാണ് നമുക്കിവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡൽ വെച്ചിരിക്കുന്നത്. കാണാൻ എസ്തെറ്റിക് ഒന്നും അല്ലെങ്കിലും നമ്മുടെ പർപ്പസ് നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെയാണ് വെക്കണേ. അങ്ങനെ അത്രത്തോളം പണി കഴിഞ്ഞപ്പോൾ പിന്നത്തെ ദിവസമാണ് നമ്മുടെ ബാക്കിയുള്ള വാൾപേപ്പർ നമ്മൾ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ആദ്യം ഈ ഒരു സൈഡ് മാത്രം വാൾപേപ്പർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഒട്ടിച്ച് വന്നപ്പോൾ മക്കൾ വന്ന് പറഞ്ഞു, അമ്മ ഒരു സൈഡ് മാത്രമായിട്ട് ഒരു രസമില്ല, അപ്പുറത്തെ സൈഡും കൂടി വന്നാലാണ് അത് കുറച്ചും കൂടി പെർഫെക്ഷൻ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അപ്പുറത്തെ സൈഡ് അടുത്ത പ്ലാനിൽ ഉണ്ടായ കാര്യമാണ്. നമ്മൾ ചില പണിയൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോൾ വിചാരിക്കും ഇത്തിരിയൊക്കെ ചെയ്താൽ മതി എന്ന്. തുടങ്ങി കുറേ കഴിയുമ്പോൾ ഫുള്ളും ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഇങ്ങനത്തെ പണികൾ. അത് ക്ലീനിങ് ആയാലും ഒക്കെ അങ്ങനെ തന്നെ. നമ്മൾ കുറച്ച് ചെയ്യാമെന്ന് വെച്ച് തുടങ്ങി അവസാനം അവസാനിക്കാത്ത മാതിരി എന്ത് പറഞ്ഞ മാതിരിയാണ് മേക്ക് ഓവർ. നമ്മൾ തുടങ്ങിയപ്പോൾ ഇത്രയൊന്നും വിചാരിച്ചില്ല, ചെയ്ത് തീരാത്ത പോലെ അവസാനം മതിയായി എന്ന് പറയില്ലേ, ആ അവസ്ഥയായിരുന്നു. അങ്ങനെ ഈ പേപ്പർ മൊത്തം ചേട്ടൻ പിന്നെ ക്ഷമയോടുകൂടി ഒട്ടിച്ച് തന്ന കാരണം ഭാഗ്യമായി. കാരണം അത് കട്ട് ചെയ്ത് ഒക്കെ ഒട്ടിക്കാന്ന് വെച്ചാൽ കുറച്ച് നല്ല പണിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന വാൾപേപ്പേഴ്സും അതുപോലെ തന്നെ ജനലമുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് കംപ്ലീറ്റ് ആയി. ഇത്ര ഐറ്റംസാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെയുള്ള ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഐറ്റംസ് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്കിവിടെ ക്യാബിനറ്റോ കാര്യങ്ങളൊന്നും അടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, അപ്പുറത്തേക്ക് നീങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എല്ലാ ഐറ്റംസും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഓരോ പ്രൊഡക്ട്സും, അതായത് സ്റ്റാൻഡുകളായാലും ജാറുകളായാലും എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് ലിങ്ക്സ് എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് നിങ്ങൾ ചോദിക്കേണ്ട, അതിൽ നോക്കിയാൽ എല്ലാം അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഉള്ള ഐറ്റംസൊക്കെ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമാണ് ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക്സ് ആയിട്ട് ഷെയർ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റൊക്കെ കുറച്ച് ഇളകി പോയപ്പോൾ ഈ പ്രാവശ്യം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചപ്പോൾ അത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നനവുള്ള ഏരിയാസിൽ വെക്കാണ്ടിരിക്കുക. അങ്ങനെ വെച്ചാൽ മാത്രമാണ് അതിൽ തുരുമ്പ് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല അത്രയും നാളായിട്ട്. ഇതിൻ്റെ വൈറ്റും വരുന്നുണ്ട് കേട്ടോ, അത് നല്ല ഭംഗിയാണ് കാണാൻ. കഴിഞ്ഞൊരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ ഈ ഒരു കോർണറിൽ ഇങ്ങനെ ഐറ്റംസ് വെച്ചേക്കണേൽ ഈ ഒരു ഭരണി എവിടെ നിന്നാണെന്ന് ചോദിച്ചിരുന്നു. ഇത് നെസ്റ്റാഷിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഭരണിയാണ്. പക്ഷെ അതിൻ്റെ ലിഡ് ഉണ്ടല്ലോ, അത് സെറാമിക്കിൻ്റെ ലിഡായിരുന്നു. അത് പൊട്ടിപ്പോയിട്ട് പിന്നെ ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കി തന്നാട്ടോ ഈ ലിഡൊക്കെ ഇതുപോലെ. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഐറ്റംസ് കുറച്ച് വില കൂടുതലാണ്. അല്ലാത്ത വേറെയും ബ്രാൻഡുകളുടെ കുറവ് വിലയുടെ ഭരണികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക്സ് കൊടുക്കാം കേട്ടോ. ഓയിലിൻ്റെ ബോട്ടിൽ 500 ml ഈ ഒരു ചെറിയ ബോട്ടിൽ ഇപ്പോൾ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഉപയോഗിക്കാറ് 1000 ml വലുതാണ്. അതിൻ്റെ നോസിൽ വലുപ്പം കൂടുതലായതുകൊണ്ട് കുറേ ഓയിൽ വരും. അപ്പോൾ ഞാൻ അധികമൊക്കെ എടുക്കേണ്ട സമയത്ത് അതെടുക്കും. കുറച്ചീശൊക്കെ മതിയെങ്കിൽ ഈ ഒരു കുഞ്ഞി ബോട്ടിലിൽ നിന്നാണ് ഓയിൽ എടുക്കാറ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കോർണർ സെറ്റായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിച്ചണിലെ ഈ ഒരു കോർണറാണ്.
കൗണ്ടർ ടോപ്പിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ ഒരു വൈറ്റ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് കുറേ നാളായതുകൊണ്ട് തന്നെ അതിന് പഴക്കം വന്നു. നമ്മൾ എന്തോരം തുടച്ചിട്ടും അതുമ്മ കറയും കാര്യങ്ങളൊക്കെ പിടിച്ചു, അതൊന്നും പോണില്ല. പക്ഷേ എനിക്ക് ഈ സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐറ്റംസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് അവിടെ ഇരിക്കും, വീണ് പോകുന്നില്ല, സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ കടുക്, ഉഴുന്ന്, ഉലുവ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. നെയ്യ് അങ്ങനത്തെയൊക്കെ അതിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. ഈ സ്റ്റാൻഡ് ആ ഒരു കോർണറിൽ വളരെ ഒതുങ്ങിയിരിക്കുന്ന കാരണം നല്ല സൗകര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചൻ്റെ മേക്ക് ഓവർ ഓവറോൾ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് ഏരിയ കംപ്ലീറ്റ് ആയി. ഇനി ഫുള്ളായിട്ടും കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കൂടെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആകെ ഒരു 10 മിനിറ്റ് വീഡിയോ ആയിട്ട് ഇത് ചുരുങ്ങി. പക്ഷേ കുറച്ചധികം ദിവസത്തെ ഹാർഡ് വർക്കാണ് ഈ ഒരു കുഞ്ഞ് മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻസിൽ പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ്